നന്ദനെ തേടിയാണ് ഇനിയുള്ള അന്വേഷണം. രക്തത്തുള്ളികളുടെ ഗന്ധം പിന്തുടർന്ന് തമിഴ്നാടിൻ്റെ അതിർത്തി വരെ അവർ എത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ ജോസ് മാത്യുവിനെ കാത്തിരുന്നത് നന്ദനല്ല, അതിലും വലിയൊരു രഹസ്യമായിരുന്നു. അതിനിടയിലാണ് കേരളത്തിൽ ജീവൻ ജോസിന് ലഭിച്ച ആ 2 ഫോൺ കോളുകൾ. ആ വിവരങ്ങൾ കഥയെ ഇനിയും വഴി മാറ്റുമോ? കേട്ടു നോക്കാം അല്ലേ? കഥയുടെ 103-ാം ഭാഗം. വാഹനവ്യൂഹം പുറപ്പെട്ടതേ അയാൾ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അയാളുടെ പരിപാടി എന്താണ്? ഇവരെ പിന്തുടരുകയാണോ? അതോ മറ്റേതെങ്കിലും വഴിക്ക് മറ്റേതെങ്കിലും കാര്യത്തിന് പോവുകയാണോ? നോക്കണമല്ലോ. അയാൾ തൻ്റെ ബൈക്ക് പ്രധാന വാഹനം പോയ വഴിയിലൂടെ അല്ലാതെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വഴിയിലൂടെ അവിടെ നിന്നും എവിടേക്കോ പുറപ്പെട്ടു. അയാളുടെ ലക്ഷ്യം എങ്ങോട്ട് എന്ന് ഇപ്പോൾ പറയുക എന്നത് അസാധ്യമായ കാര്യമാണ്. കോളനിയിലേക്ക് എല്ലാവർക്കും പോകാവുന്ന ഭാഗം മൂപ്പൻ രോഗികളെ നോക്കുന്ന സ്ഥലം വരെയേ ഉള്ളൂ. രോഗനിർണയം കഴിഞ്ഞാൽ പിന്നെ ഔഷധം കൊടുക്കുന്നതും അവിടെ വെച്ച് തന്നെയാണ്. ചികിത്സയ്ക്കായി ചെല്ലുന്ന ആർക്കും കോളനിയുടെ ഉള്ളിലേക്ക് പ്രവേശനം നൽകാറില്ല. അവരുടെ നടപ്പ് രീതികൾ അതായതുകൊണ്ട് ആരും അതിനെ നിർബന്ധിക്കാറുമില്ല. ചികിത്സയ്ക്ക് ചെല്ലുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം രോഗം ഭേദമാവുകയാണല്ലോ പ്രധാനം. കോളനിയിലേക്കുള്ള പ്രവേശന കവാടമായി അംഗീകരിച്ചിരിക്കുന്നത് വളർച്ച മുറ്റി നിൽക്കുന്ന 2 കരിവീട്ടി മരങ്ങളാണ്. മരം മുറിച്ചു കടത്തുന്നവരെങ്ങാനും കണ്ടുപോയാൽ കൊതിയോടെ നോക്കാതിരിക്കാൻ കഴിയില്ല ആ മരങ്ങളെ. അണ്ണനും തമ്പിയും എന്നാണ് അവയ്ക്ക് ആരോ ഒരു രസികൻ പേരിട്ടിരിക്കുന്നത്. പേരിട്ടത് ആരാണെങ്കിലും ഇപ്പോൾ അവ അറിയപ്പെടുന്നത് ആ പേരിൽ തന്നെയാണ്. അവയുടെ ഇടയിലൂടെയാണ് കോളനിയിലേക്കുള്ള നടപ്പുവഴി. അതിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് രോഗനിർണയവും അടുത്ത മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മരുന്ന് കൊടുക്കലും ആണ് നടത്തുക. കരിവീട്ടി മരങ്ങളിൽ നിന്നും നീളത്തിലുള്ള ഓരോ വള്ളികൾ കെട്ടിയിട്ടുണ്ട്. നേരത്തെ വിവരമറിയിക്കാൻ കഴിയാതെ രോഗികളെയും കൊണ്ട് ആരെങ്കിലും അവിടെ എത്തിയാൽ ആ വള്ളിയിൽ പിടിച്ച് വലിച്ചാൽ മതി. 2 തവണ വലിക്കണം എന്ന് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. വള്ളിയിൽ പിടിച്ചു വലിച്ചാൽ ആരെങ്കിലും പുറത്തേക്ക് വന്ന് നോക്കും. അവരിൽ നിന്ന് വിവരമറിഞ്ഞാൽ മൂപ്പനും പുറത്തേക്ക് വരും. പിന്നാലെ രോഗനിർണയവും മരുന്ന് കൊടുക്കലുമെല്ലാം നടക്കും. വരുന്നവർക്ക് അവിടെ നിന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യാം. രമേശൻ്റെ മൃതദേഹവും കൊണ്ട് കൊച്ചുപാലയും സംഘവും എത്തുന്നത് നോക്കി അണ്ണൻ്റെയും തമ്പിയുടെയും ചുവട്ടിലായി കോളനിക്കാർ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. മൃതദേഹം അവിടെ നിന്നും കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് അവർ വന്നു നിൽക്കുന്നത്. അധിക സമയം കാത്തു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പാലാനച്ചൻ മാത്രം വന്നിട്ടില്ല. അവരുടെ കൈവശം മരക്കമ്പുകൾ ചേർത്ത് മുരുത്തോൻ നാരുകൊണ്ട് ബലമായി കെട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ മഞ്ചലുണ്ടായിരുന്നു. ആ മഞ്ചലിലേക്ക് മൃതദേഹം എടുത്ത് കിടത്തി. അഭിവാദ്യമർപ്പിച്ചതിന് ശേഷം സംഘത്തിലുണ്ടായിരുന്ന വാഹനങ്ങളും ഒപ്പം വന്ന ആളുകളും തിരിച്ചുപോയി. ജീവൻ ജോസും സംഘവും മടങ്ങിയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ അവിടം വിട്ട് കഴിഞ്ഞപ്പോഴേക്കും വനത്തിലെ ദുർഘടമായ ഒറ്റയടി പാതയിലൂടെ വരുന്ന ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ശരീരമാസകലം കറുത്ത വസ്ത്രം ധരിച്ചയാൾ നേരെ എത്തിയത് മൃതസംസ്കാരം നടക്കുന്ന സ്ഥലത്തിനടുത്തേക്ക് തന്നെയാണ്. അവിടേക്ക്
അന്യർക്ക് പ്രവേശനമില്ല എന്ന് ആഗതനറിയാം. അതുകൊണ്ട് അയാൾ കുറച്ചകലെ നിന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ജീവനും സംഘവും നേരെ പോയത് ജോയിയുടെ വീട്ടിലേക്കാണ്. പ്രതീക്ഷിച്ചതിലും ഒരു ദിവസം നേരത്തെ ജോയിയും സംഘവും തിരിച്ചു വന്നു. കരിങ്കുണ്ടിൽ നിന്നും മടങ്ങിയപ്പോൾ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാണ്. അതിന് ഗുണവും കിട്ടി. ഇനി വെറുതെ കളയാൻ സമയമില്ലാത്തതുകൊണ്ട് എത്രയും വേഗം വനത്തിൽ പരിശോധന നടത്തി നന്ദൻ പോയ സ്ഥലം കണ്ടുപിടിക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നന്ദൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അവർ ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. ജോയി പറഞ്ഞതിന് പ്രകാരം നന്ദന് പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. വെടികൊണ്ട പരിക്കാണെന്നാണല്ലോ ജോയിയുടെ നിഗമനം. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ചികിത്സ തേടാതിരിക്കാൻ അയാൾക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. അതിനുള്ള സാധ്യതകളും അവർ വിശദമായി തന്നെ പരിശോധിച്ചു. എവിടെയും അയാൾ ചികിത്സ തേടിയിട്ടില്ല. അറിയാവുന്ന ഡോക്ടർമാരാരും നേരിട്ട് പോയി ചികിത്സിച്ചിട്ടുമില്ല. പിന്നെ എവിടെ നിന്നും അയാൾ ചികിത്സ തേടിയിട്ടുണ്ടാകും എന്നതായിരുന്നു അവരെ കുഴക്കിയ ചോദ്യം. തൽക്കാലത്തേക്ക് ആ ചോദ്യത്തിനെ അവിടെ തന്നെ അവഗണിച്ചിട്ട് അവർ ജോയിയുടെ വീട്ടിലേക്ക് പോയി. അവരുടെ ഉദ്ദേശം പറഞ്ഞപ്പോഴേ ജോയി പറഞ്ഞു, അയാൾ ഇറങ്ങിപ്പോയ മട തുറക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അവിടെ നിന്നും പിന്നെ അങ്ങോട്ട് അടയാളങ്ങളൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം സാർ, ഞാൻ എൻ്റെ വീരനെ കൂടി കൂടെ കൂട്ടാം. അവന് ചോരയുടെ ഗന്ധം മണത്ത് പിടിക്കാൻ നല്ല കഴിവുണ്ട്. ചോരയുടെ ഗന്ധമുള്ള അത്രയും സ്ഥലം കണ്ടെത്താൻ കഴിയും. ഇന്ന് തന്നെ പോകണമെങ്കിൽ അതും ആകാം. തിരിച്ചു വന്നിട്ട് അത്യാവശ്യ വിശ്രമമായി പെരിയാറ്റിൽ നിന്ന് കിട്ടിയ നല്ല മുട്ടൻ ചൊട്ടാവാളയും കാരിയുമെല്ലാം പാചകം ചെയ്തു വച്ചിട്ടുണ്ട്. സാറുമാർക്ക് കഴിക്കാൻ വിരോധമില്ലെങ്കിൽ രുചി നോക്കിയിട്ട് പോകാം. ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും മീൻ പിടിക്കാൻ നമ്മളവിടെ പോകും. അതാണ് കാരിയുടെയൊക്കെ രുചിയുടെ മെച്ചം. സ്നേഹപൂർവം ജോയി നടത്തിയ അഭ്യർത്ഥന നിരസിച്ചിട്ട് അവർ തിരിച്ചുപോയി. കൂട്ടത്തിൽ നിന്നും ജോസ് മാത്യു മാത്രം വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. ഏതെങ്കിലും കാരണവശാൽ ജോയി നന്ദനെ കണ്ടിട്ട് പോലും കണ്ടില്ല എന്ന് പറഞ്ഞാലും അവൻ്റെ കൂടെ ആരുമില്ലെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കേണ്ടി വരും. ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ജോയിയും ജോയിയുടെ വേട്ടനായയായ വീരനും ജോസ് മാത്യുവും കൂടി കാട് കയറി. 1-2 മണിക്കൂർ നേരത്തെ നടപ്പിന് ശേഷമാണ് അവർ മട തുറക്കുന്ന പൂവത്തിൻ ചുവട്ടിൽ എത്തിയത്. അവിടെ നോക്കി നിൽക്കാനോ വിശദമായ പരിശോധനകൾ നടത്താനോ ഒന്നും അധിക സമയം ലഭ്യമല്ലായിരുന്നു. ലഭിച്ച സമയം കൊണ്ട് പരിസരമെല്ലാം ജോസ് മാത്യു ഫോണിൽ പകർത്തി. അപ്പോഴേക്കും ചോര മണക്കുന്ന വഴി വീരൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതിലെയാണ് എന്ന് സൂചിപ്പിക്കുന്നതുപോലെ ഒരു കുര കുരച്ചതിന് ശേഷം അവൻ മുൻപോട്ട് നടന്നു. അവൻ്റെ പിന്നാലെ തന്നെ ജോയിയും ജോസ് മാത്യുവും നടന്നു. സാധാരണയിലും കൂടിയ വേഗതയിലാണ് നായയുടെ നടത്തമല്ല, ഓട്ടമാണ്. അതുകൊണ്ട് അവർ ശരിക്കും വിഷമിച്ചു. നായ പോകുന്ന വഴി വനത്തിന് പുറത്തേക്കാണ് നീണ്ടു കിടക്കുന്നത്. അത് അവിടെ നിന്നും അങ്ങോട്ടെത്തിയാൽ തമിഴ്നാടിൻ്റെ അതിർത്തിയിലേക്കെത്തും. അങ്ങോട്ടെങ്ങാനുമാണ് പോയതെങ്കിൽ നന്ദന് ചികിത്സ തേടാൻ പോലും എളുപ്പമായിരിക്കും. ഇവിടെ ആരും അറിയുകയുമില്ല. ജോയിയുടെ കണക്കുകൂട്ടൽ ഏതാണ്ട് ശരിയായിരുന്നു. നായ എത്തി നിന്നത് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ തന്നെ വിശാലമായ ഒരു സിൽവർ ഓക്ക് തോട്ടത്തിലാണ്. സിൽവർ ഓക്ക് മരങ്ങളിൽ കുരുമുളക് പടർത്തിയിരിക്കുന്നു.
ഒരു നമ്പർ 1 കുരുമുളക് തോട്ടം. അസാധാരണമായ ഉയരത്തിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് കൊടികൾ. ഇല കാണാൻ കഴിയാത്തതുപോലെ കായ്ച്ചു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ജോസ് മാത്യുവിന് കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെയൊരു പ്രദേശമുള്ളതായി പോലും അവർക്കാർക്കും അതുവരെ അറിയില്ലായിരുന്നു. ഒരിക്കൽ ഇതിനു മുൻപ് ഏതോ മൃഗത്തിനെ പിന്തുടർന്ന് ഇതിനടുത്തു വരെ വന്നിട്ടുണ്ടെന്ന് മാത്രം. അല്ലാതെ ഈ പ്രദേശം പരിചയമില്ല. കുരുമുളക് തോട്ടം അത്രമാത്രം അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതിനകത്ത് കാടൊന്നും മുളച്ചിട്ടില്ല. ആൾതാമസമില്ലാത്ത ഒരു തോട്ടമാണെന്ന കാര്യം തീർച്ച. അതിനുള്ളിലേക്കാണ് വീരൻ കയറിപ്പോകുന്നത്. അവനെ പിന്തുടർന്ന് അവർ തോട്ടത്തിന് നടുക്ക് ഒരു പഴയ കെട്ടിടത്തിലെത്തി. അവിടെ എത്തിയതിന് ശേഷം വീരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തിരിച്ചു നടക്കാനുള്ള ഭാവമാണ്. ഇവിടെ വരെയാണ് നന്ദൻ വന്നിട്ടുള്ളത് എന്നാണ് അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നിന്നും പിന്നീട് ചോരയുടെ മണം എങ്ങോട്ടും കിട്ടുന്നില്ല. ഇതിൽ നിന്നും നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയില്ലേ സാർ? ഇവിടെ വരെ വന്നിട്ടുണ്ടാകും. ഇവിടെ നിന്നും ആരുടെയെങ്കിലും സഹായത്താൽ പുറത്തേക്ക് പോയിട്ടും ഉണ്ടാകും. പോയത് ഏതു മാർഗമാണെന്ന് പറയാനുമാകില്ല. പ്രാഥമിക ചികിത്സ നേടിയതിന് ശേഷമാണ് പുറത്തേക്ക് പോയതെങ്കിൽ ചോരത്തുള്ളികൾ വീഴുകയുമില്ലല്ലോ. വീരന് മണം കിട്ടുകയുമില്ലല്ലോ. ഈ സ്ഥലം ആരുടേതാണെന്നും ഇവിടെ ആരെങ്കിലും വല്ലപ്പോഴുമെങ്കിലും താമസമുണ്ടോ എന്നും വിശദമായി ഒന്നുകൂടി അന്വേഷിച്ചാൽ ചിലപ്പോൾ നന്ദൻ പോയ വഴി പിടികിട്ടിയേക്കും. സമയം വൈകുന്നു. ഇരുട്ടുന്നതിന് മുൻപ് തിരിച്ചെത്താൻ അതിവേഗം യാത്ര ചെയ്യേണ്ടി വരും. പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് വളരെ പെട്ടെന്ന് അവർ മടക്കയാത്ര ആരംഭിച്ചു. അന്ന് തന്നെ ജീവൻ ജോസിന് 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ ഫോൺ കോളുകളിൽ നിന്നും ലഭിച്ചു. ഒന്ന്, തമിഴ്നാട് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ സുഹൃത്ത് വീരപാണ്ഡ്യനിൽ നിന്നുമായിരുന്നു. മറ്റൊന്ന് കേരളത്തിൽ നിന്നുമാണ് കിട്ടിയത്. എന്തായിരിക്കാം ആ പ്രധാനപ്പെട്ട വിവരങ്ങൾ? കഥയുടെ 103-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. 2 കോളുകൾ ലഭിച്ചല്ലോ. 2 വ്യത്യസ്ത വിവരങ്ങളാണ് ലഭിച്ചത്. പക്ഷേ ആ വിവരങ്ങൾ എത്തിച്ചേരുന്നത് ഒരേ രഹസ്യത്തിലേക്കാണോ? നന്ദൻ തമിഴ്നാട് അതിർത്തിയിൽ എത്തിയിരുന്നെങ്കിൽ അവനെ അവിടെ എത്തിച്ചതാരാണ്? ഇനി ജീവൻ്റെ അന്വേഷണം അതിലേക്കാണോ നീളുന്നത്? ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര തുടരുകയാണല്ലോ. അടുത്ത ഭാഗത്തിൽ ഈ രഹസ്യത്തിൻ്റെ മറ്റൊരു വാതിൽ തുറക്കുന്നു. മുടങ്ങാതെ കേൾക്കണേ. അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നതാണ് എൻ്റെ ആഗ്രഹം.